ഷവി ചേട്ടാ നമസ്കാരം. എന്നാൽ നമ്മളെ പ്രിയങ്ക ഗാന്ധി ചുരം കയറാൻ പോകുന്നു എന്ന് മനോരമ വാർത്ത കൊടുത്തിരിക്കുന്നുണ്ട്. നമസ്കാരം. അതായത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരാൻ പോവുകയാണ്, രാഹുൽ ഗാന്ധി പോകാൻ പോവുകയാണ്, വയനാട്ടിലെ ജനങ്ങൾ എന്റെ ഹൃദയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ഗംഭീര പ്രസംഗമൊക്കെ നടത്തി രാഹുൽ ഗാന്ധി ഇറങ്ങി. റായ്ബറേലിയിൽ എനിക്ക് പോകണം തിരിച്ച്, ഹിന്ദി ഹൃദയഭൂമിയാണ് റായ്ബറേലി എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി റായ്ബറേലിലേക്ക് പോകാൻ പോകുന്നു. ആ സമയത്ത് ഇവിടെ വയനാട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് നിർത്താന്ന് പറഞ്ഞു. മനോരമ ഹെഡിങ് ഒക്കെ അതിഗംഭീരമാണ് കേട്ടോ. അതായത് പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ പ്രസരിപ്പ്, സോണിയാഗാന്ധിയുടെ ചുറുചുറുപ്പ് എന്നൊക്കെ പറഞ്ഞാണ് അടിച്ചിരിക്കുന്നത്. പോരാത്തതിന് കോട്ടൺ സാരിയും പൊടിക്കമ്മലൊക്കെ ഇന്ദിരാഗാന്ധിയുടെ അതേ സ്റ്റൈലിലാണ് പുള്ളിക്കാരി ഇടുന്നത്. ഈ നമ്മുടെ മീശമാധവനില് ഒരു സീനുണ്ടല്ലോ, സലീം കുമാർ നന്ദി മാത്രമേ ഉള്ളല്ലേ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ അത് മാത്രമേ ഉള്ളെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ഈ സംഭവം പുറത്തു വന്നേ പിന്നാലെ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പാലക്കാട് ചേലക്കരയും കൂടെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറുകയാണ്. അപ്പൊ പാലക്കാട് ബി ജെ പിക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. മുനിസിപ്പാലിറ്റി ഒക്കെ ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത്. നമുക്കറിയാം, അവിടെ മുനിസിപ്പാലിറ്റി ബി ജെ പി പിടിച്ചപ്പോ ഓഫീസില് ജയ് ശ്രീറാം എന്ന് പറഞ്ഞ ഫ്ലക്സ് ഉയർത്തി എന്ന് പറഞ്ഞ് അന്ന് നടന്ന വലിയ വിവാദമൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോ പാലക്കാടിലേക്ക് വരുമ്പോ എന്താണ് ബി ജെ പിയുടെ പ്രതീക്ഷ? ഇത്തവണ പാലക്കാട് ഈസി ആയിട്ട് പിടിക്കുക എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ബി ജെ പിക്ക് എന്ന് എനിക്ക് ഒരു വിലയിരുത്തലുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമ്മളെ മെട്രോമാൻ അവിടെ തോറ്റത് തുച്ഛമായ വോട്ടുകൾക്കാണ്. അവസാന ലാപ്പിലാണ്, അതായത് ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ പറയുന്ന ആ സമയത്താണ് ഷാഫി പറമ്പിൽ വെറും 3000 വോട്ടുകൾ, 3000-ൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് അവിടെ നിന്ന് മുന്നേറുന്നത്. അപ്പൊ ഇത്തവണ ബി ജെ പി എങ്ങനെയായിരിക്കും പാലക്കാട് പിടിക്കാനുള്ള ബി ജെ പിയുടെ ഒരു നീക്കം? കാരണം ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലം കൂടെയായി മാറിയിരിക്കുകയാണ് പാലക്കാട് എന്ന് പറയുന്നത്. ഇത്തവണ ലോക്സഭയിൽ മത്സരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം 11 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയിരിക്കുകയാണ്. അപ്പൊ പാലക്കാട് കഴിഞ്ഞ തവണ നിങ്ങൾ 2ാം സ്ഥാനത്തെത്തി തുച്ഛമായ വോട്ടുകളിലൂടെ ഇത്തവണ ബി ജെ പി പാലക്കാട് പിടിക്കുമോ? പാലക്കാട് തീർച്ചയായിട്ടും ബി ജെ പിക്ക് വലിയ സാധ്യതയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ധനുഷ് പറഞ്ഞതുപോലെ വെറും 3000 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ശ്രീധരനാണ് എന്നുള്ള ഘടകം നമ്മൾ ആലോചിക്കണം. ഈ ശ്രീധരൻ ഇന്ത്യയിൽ എവിടെ നിന്നാലും ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അവിടെ ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടി ക്രോസ് വോട്ടിംഗ് നടന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോൺഗ്രസിന്റെ മാത്രം വോട്ട് കൊണ്ടല്ല അവിടെ ഷാഫി പറമ്പിൽ ജയിക്കുന്നത്. ഇപ്പൊ വടകരയിൽ ആരോപിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് വോട്ടിംഗ് ഒരു പക്ഷേ ഏറ്റവും കൃത്യമായി നടന്നിട്ടുള്ള സ്ഥലം പാലക്കാടാണ്. അവിടെ എൽ ഡി എഫിന്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ ഷാഫി പറമ്പിലിന് കിട്ടി. അവിടെ ഈ ശ്രീധരനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രയോറിറ്റി. 3000 വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. പക്ഷെ ഇത്തവണ നമ്മൾ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ച് പരിശോധിക്കുമ്പോൾ 9000 വോട്ടിന്റെ വ്യത്യാസമുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയും യു ഡി എഫിന്റെ ശ്രീകണ്ഠനും തമ്മിൽ. കുറച്ച് നല്ല മാർജിൻ ഉണ്ട്. ഒരു പക്ഷേ പാലക്കാട് ലോക്സഭയിൽ പാലക്കാടിനേക്കാൾ നന്നായി പെർഫോം ചെയ്ത മണ്ഡലം മലമ്പുഴ മണ്ഡലമാണ്. മലമ്പുഴ മണ്ഡലം എന്ന് പറയുന്നത് സി കൃഷ്ണകുമാറിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള മണ്ഡലമാണ്. 41,000 വോട്ടുകൾ ഇത്തവണ നമുക്ക് മലമ്പുഴയിൽ വന്നു. നമ്മള് നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ തവണ 50,000 വോട്ടുകൾ കൃഷ്ണകുമാറിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിനു മുമ്പത്തെ 2016 തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആവേണ്ട ആള് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനന്ദനെ വിറപ്പിച്ച സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. അവിടെ 2ാം സ്ഥാനത്ത് ആ തവണയും വന്നത് കൃഷ്ണകുമാർ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മലമ്പുഴ മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിന്റെ മേധാവിത്വം തുടർന്നു വരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഈ ലോക്സഭയുടെ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴും പാലക്കാട് മണ്ഡലത്തിൽ നമ്മൾ വിചാരിച്ച പോലത്തെ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു നല്ല ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ മണ്ഡലം ഉപേക്ഷിച്ച് വടകരയിലേക്ക് പോയ സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ഒരു വോട്ടർ റിസെന്റ്മെന്റും, കഴിഞ്ഞ തവണ ഈ ശ്രീധരനെ പോലത്തെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ട് മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് നിൽക്കാൻ പോലും തയ്യാറാവാതെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ അങ്ങോട്ട് പോയ ഒരാളെയാണ് യു ഡി എഫ് നിർത്തിയത് എന്നതിലൊക്കെയുള്ള വോട്ടർമാരുടെ ഒരു വിരോധവും ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. ഒരുപക്ഷെ സി കൃഷ്ണകുമാർ അതിനെപ്പറ്റി കൃത്യമായി പറയാൻ സാധിക്കേണ്ട ഉയർന്ന ഘടകങ്ങളാണ് ആ കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമാൻ കൃഷ്ണകുമാർ മലമ്പുഴയിൽ തന്നെ ഫോക്കസ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. കാരണം 2026 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ആ മണ്ഡലത്തിൽ തന്നെ 2011 മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് ആ മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണ് കൃഷ്ണകുമാർ. അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയുടെ ഉപാധ്യക്ഷനായിരുന്ന ആളാണ്. ആ മണ്ഡലത്തിൽ ഓരോ വോട്ടറെയും പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണമുള്ള ബന്ധവും പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന് 2026 അവിടെ ജയിക്കാൻ സാധിക്കുമെന്ന് കുറച്ച് ബോധ്യം എനിക്കുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ആരായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയാൻ നമ്മൾ ആരും ഇപ്പോ സാധിക്കില്ല. ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളെ പോലും ചട്ടനിഷ്ഠമായിട്ട് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുന്ന ശൈലിയാണുള്ളത്. ഇവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കുമായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യത്തിൽ തീരുമാനം വരാനേ ഉള്ളൂ. പക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തവണ
പിക്ക് വലിയ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് അവിടെ 40,000 വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ശ്രീകണ്ഠന് കിട്ടിയത് 48,000 വോട്ടാണെങ്കിൽ ബി ജെ പിക്ക് അവിടെ 40,000 വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ശേഷം രണ്ടാം സ്ഥാനത്ത് വന്നത് പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ നല്ല കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് നല്ല മത്സരം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിക്കും. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഷാഫി പറമ്പിൽ മണ്ഡലം ഉപേക്ഷിച്ചു പോയി, കഴിഞ്ഞ തവണ ഈ ശ്രീധരനെ പരാജയപ്പെടുത്താൻ വേണ്ടി ക്രോസ് വോട്ടിംഗ് നടന്നു തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളെല്ലാം ഇത്തവണ അനുകൂലമായി ഭവിക്കുകയാണെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ സാധ്യതയുണ്ട്. പ്രിയങ്കാ ഗാന്ധിയുടെ വളരെ കൗതുകകരമാണ്. അത് ആദ്യം സൂചിപ്പിച്ചത് അതാണല്ലോ. കാരണം സാധാരണഗതിയിൽ രണ്ടാമത് വരേണ്ട വാർത്ത ആദ്യം ചോദ്യത്തിന്റെ ആദ്യ കാര്യമാണ് വയനാട് മണ്ഡലത്തിലെ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് മനോരമ മാത്രമല്ല, അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു വാർത്തയാണ്. ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ ആ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം രാഹുൽ ഗാന്ധി തന്റെ സഹോദരിയാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയങ്കാ ഗാന്ധി തനിക്ക് ഭയമില്ല, തനിക്ക് പരിഭ്രമമില്ല, തന്നെ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയാവാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സൂത്രപ്പണി ഉണ്ട്. അതിൽ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി കോൺഗ്രസിന് അനുകൂലമാകുന്നത് എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ യഥാർത്ഥത്തിലെ വാർത്ത എന്താണ്? റായ്ബറേലിയിലും വയനാട്ടിലും ഒരേ സമയം മത്സരിച്ച രാഹുൽ ഗാന്ധി ഇതിൽ ഏത് മണ്ഡലം നിലനിർത്തണം എന്ന സംശയത്തിലായിരുന്നു. ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ ഒരാൾക്ക് എം പി ആയി തുടരാൻ സാധിക്കുള്ളൂ, രണ്ട് മണ്ഡലം ഒരാൾക്ക് തുടരാൻ സാധിക്കില്ല. 14 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ മണ്ഡലം രാജിവെക്കണം. ഇവിടുത്തെ യഥാർത്ഥ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ, സമൂഹത്തിൽ നോക്കിയിരുന്ന ചോദ്യം എന്താണ്? രാഹുൽ ഗാന്ധി ഏത് മണ്ഡലമാണ് ഉപേക്ഷിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. റായ്ബറേലിയാണോ വയനാടാണോ? കാരണം കഴിഞ്ഞ തവണ അമേഠിയിൽ പരമ്പരാഗതമായിട്ടുള്ള കുടുംബ മണ്ഡലത്തിൽ പരാജയപ്പെട്ടപ്പോൾ പോലും രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിലേക്ക് പോകാൻ അവസരം കൊടുത്ത, രാഹുൽ ഗാന്ധിയെ 5 കൊല്ലം എം പി ആക്കി നിലനിർത്തിയിട്ടുള്ള മണ്ഡലമാണ് വയനാട്. സ്വാഭാവികമായി വയനാടിനോട് രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രതിബദ്ധതയുണ്ട്. ഇത്തവണ അയാൾ റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ ജയിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തവണ വയനാട്ടിൽ കൂടി മത്സരിക്കുന്നത്. അപ്പോഴും വയനാട് അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 59% വോട്ടുകൾ, ഏതാണ്ട് 6,44,000 വോട്ടുകൾ കുറയാണ് ചെയ്തത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 7,04,000 വോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 6,44,000 50,000-ഓളം വോട്ടുകൾ കുറഞ്ഞു, 5% വോട്ടുകൾ കുറഞ്ഞു. നമ്മുടെ മാധ്യമങ്ങൾ നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ 50,000 വോട്ട് കുറഞ്ഞു എന്നും 64% വോട്ട് ഉണ്ടായിരുന്ന ആൾ 59% വോട്ടിലേക്ക് വന്നു എന്നുള്ളതും നമ്മുടെ മാധ്യമങ്ങൾ പറയാറില്ല. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥത്തിലെ ചോദ്യം രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം ഉപേക്ഷിക്കുന്നു എന്നുള്ളതല്ലേ. ആ ചോദ്യത്തിന് കോൺഗ്രസിന്റെ ഉത്തരം രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലമാണ് ഉപേക്ഷിക്കാൻ പോകുന്നത്, രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ആണ് എം പി ആയി തുടരാൻ പോകുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്തതിന് പകരം രണ്ടാമത്തെ വാർത്ത അവർ ആദ്യം കൊടുക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യമാണ് പകരം ആര്. ആ ചോദ്യത്തിന്റെ ഉത്തരവാണ് പ്രിയങ്കാ ഗാന്ധി എന്നുള്ളത്. എന്നാൽ ഇവിടെ ആദ്യ വാർത്ത വരുന്നത് എന്താണ്? പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന. പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ ഒരു സ്വാഭാവികത മാത്രമായിട്ട് രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിയുന്നു എന്ന സാഹചര്യം വരുന്നു. ഇത് ആരെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ടാണ്? അതായത് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കുമ്പോൾ സാധാരണ വയനാട് മണ്ഡലന്മാർക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു ഫീലിംഗ് ഓഫ് ഒരു ബിട്രയൽ ഉണ്ട്, ചതിക്കപ്പെട്ടു എന്നൊരു ഫീലിംഗ്. കാരണം വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ താൻ റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നേ ഇല്ല. ഒറ്റ മണ്ഡലത്തിൽ മത്സരിക്കുള്ളൂ എന്ന ഫീലിംഗ് നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം റായ്ബറേലിയിൽ പത്രിക സമർപ്പിക്കാനുള്ള ഏറ്റവും അവസാന ദിവസം ഹെലികോപ്റ്ററിൽ പോയിട്ട് ലാസ്റ്റ് മിനിറ്റിലാണ് അവിടെ പത്രിക സമർപ്പിക്കുന്നത്. അതായത് വയനാട്ടിലെ ജനങ്ങളോട് അടുത്ത 5 കൊല്ലം നിങ്ങളുടെ എം പി ഞാനായിരിക്കും എന്നൊരു ഫീലിംഗ് കൊടുത്തിട്ട് അവരുടെ വോട്ടുകൾ നേടി ജയിക്കുകയും പിന്നീട് മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുകയും ആ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഈ മണ്ഡലത്തെ ഉപേക്ഷിക്കുകയും ചെയ്യാണ്. വയനാട് മണ്ഡലം എന്ന് പറയുന്നവർക്ക് അത്രയേ ഉള്ളൂ. ഇവരൊരു ഷുവർ സീറ്റിന് വേണ്ടിയിട്ട്, ഒരു സേഫ് സീറ്റിന് വേണ്ടിയിട്ട്, ഒരു രക്ഷാ കവചത്തിന് വേണ്ടി ശ്രമിച്ചതാണ് വയനാട് മണ്ഡലത്തിലെ. ആ ആവശ്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ വയനാട് ഉപേക്ഷിക്കുന്നു. ഇത് പറയുമ്പോൾ എന്താണ്? വയനാട്ടിലെ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഉണ്ടാവുന്ന ഒരു നിരാശയുണ്ടല്ലോ, അവർക്ക് ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പകരം കൊടുക്കുന്ന മിഠായിയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. അതായത് ഞാൻ സ്ഥാനം ഒഴിയാണ്, പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണ് മറ്റേ സിനിമയില്ലേ ജോഷി ചതിച്ചാശാനെ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി എന്ന് പറയില്ലേ, മോഹൻലാൽ വരില്ല, പക്ഷെ മോഹൻലാൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, മോഹൻലാലിനേക്കാൾ പ്രശസ്തനായിട്ടുള്ള ആളെ ഞാൻ കൊടുത്തിട്ട് ശ്രീമാൻ പച്ചക്കുളം വാസു എന്ന് പറയുന്ന പോലെ ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാനിതാ എന്റെ കുടുംബാംഗമായിട്ടുള്ള ഒരാളെ തന്നെ ഇവിടെ നിർത്തുക എന്നുള്ളതാണ്. ഇതെന്താണ്? രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി എന്ന് പറയാൻ ഇത് കല്യാണത്തിന് പോകുന്ന പരിപാടിയല്ലല്ലോ. ഞാനില്ല, പകരം എന്റെ സഹോദരീനെ അയക്കുന്നുണ്ട്. കുടുംബത്തിന്റെ റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി ഇപ്പൊ ചില കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ പോകുമ്പോൾ നമുക്ക് ഒരാൾക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് വേറെ ആളെ വിടും.
കണ്ട് കല്യാണത്തിനൊക്കെ അച്ഛൻ പോകുമ്പോ നമ്മളോട് പോകാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഏട്ടനോ അനിയനോ പോയാലും അത് കോറം തികഞ്ഞു. ഇത് അതല്ലല്ലോ. ഇത് പാർലമെന്റ് മണ്ഡലത്തിലെ എന്താണ് പ്രതിനിധി എന്നുള്ള രീതിയിൽ അടുത്ത 5 കൊല്ലത്തേക്ക് വയനാട് മണ്ഡലത്തിലെ റെപ്രസെന്റ് ചെയ്യേണ്ട ആളാര് എന്നുള്ളതാണ് ചോദ്യം. ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രകടനം എന്താണെന്നുള്ളത് തന്നെ വലിയ ചോദ്യചിഹ്നമാണ്. വയനാട് മണ്ഡലത്തിലെ ആൾക്കാർ, അവിടുത്തെ ബിഷപ്പ് തന്നെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർ പറഞ്ഞിരുന്ന് രാഹുൽ ഗാന്ധി വന്നതിനേക്കാൾ കൂടുതൽ തവണ കാട്ടാന വന്നിട്ടുണ്ട് വയനാട്ടിലെന്നാ. കാട്ടാനയുടെ അറ്റൻഡൻസ് ആണ് രാഹുൽ ഗാന്ധിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ. അദ്ദേഹം വയനാട് മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയവും അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല. വയനാട് മണ്ഡലത്തിലേക്ക് വേണ്ട എന്തെങ്കിലും ഒരു വികസന പദ്ധതികൾ അദ്ദേഹം തുടർന്നിട്ടില്ല. എത്രയോ കാലമായി ചരിത്രപരമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. അവിടെ ആദിവാസി ജനസംഖ്യ വളരെ കൂടുതലുള്ള സ്ഥലമാണ്. അവരുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ വേണ്ടവണ്ണം നടക്കുന്നില്ല എന്ന് ആക്ഷേപമുള്ള സ്ഥലമാണ്. അവിടെ ഈ വനവന്യജീവി പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഈ പറയുന്ന സാങ്കേതിക സൗകര്യ വികസനങ്ങളുടെ വലിയ പരിമിതികളുള്ള സ്ഥലമാണ്. ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ 3 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട സാഹചര്യം വയനാട്ട് മണ്ഡലത്തിലുണ്ട്. ചുരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്കെല്ലാം വയനാടിന്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്കൊന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിലേക്ക് പോകാനുള്ള ഒരു അംഗത്വം ഉറപ്പ് വരുത്തി കൊടുക്കുക എന്ന് പറയുന്ന ഒരു പണി മാത്രമേ വയനാട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം ഓണത്തിനും വിഷുവിനും ഒക്കെ മാവേലിയൊക്കെ വരുന്നത് പോലെ, തൃക്കാലപ്പനൊക്കെ വരുന്നത് പോലെ വല്ലപ്പോഴും ഒന്ന് വന്നു പോവുകയാണ്. ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വരുന്ന പോലെ വല്ലപ്പോഴും വന്നു പോവുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ തന്റെ കുടുംബത്തിലൊരു അംഗത, അതായത് തന്റെ കുടുംബാധിപത്യം, ഞങ്ങളുടെ കുടുംബത്തിന്റെ വയനാട് മണ്ഡലത്തിലുള്ള ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റെപ്രസെന്റേറ്റീവിനെ അവിടെ വെച്ചിട്ട് ഈ രാജാവൊക്കെ സ്ഥാനം ഒഴിയുമ്പോ പകരം അവിടെ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും അധികാര ചിഹ്നം അവശേഷിപ്പിക്കുന്നത് പോലെ ഒരു ചിഹ്നത്തെ അവശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് ജനാധിപത്യത്തിൽ എത്ര വലിയ ഒരു തമാശയാണ്. അതിൽ എനിക്ക് വേറൊരു സംശയമുള്ളത്, വയനാട് മണ്ഡലം കോൺഗ്രസിന് ഒരു ഷുവർ ആയിട്ടുള്ള സീറ്റാണ്. എന്ത് വന്നാലും ജയിക്കുന്ന ഒരു സീറ്റാണ്. അജയ് തറയിൽ, എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അജയ് തറയിൽ കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലമാണ് വയനാട്. അതായത് വയനാട്ടിലെ വോട്ടർമാരോടുള്ള ഇവരുടെ മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കും. ഞങ്ങൾ ആരെ നിർത്തിയാലും ജയിക്കും. അവരുടെ പ്രബുദ്ധതയെ, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ നിർവചനാധികാരത്തെ, അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ശേഷിയെല്ലാം അത്ര കുറച്ചിട്ടേ കോൺഗ്രസ് കണ്ടിട്ടുള്ളൂ. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലം. അങ്ങനെ ഒരു മണ്ഡലമാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നേതാവിനല്ലേ അവസരം കൊടുക്കേണ്ടിയിരുന്നത്? പ്രിയങ്ക ഗാന്ധിക്ക് പാർലമെന്റിലേക്ക് പോകാൻ വേറെ മണ്ഡലങ്ങൾ ഉണ്ടാവുമായിരുന്നല്ലോ. അപ്പോ അങ്ങനെ ഷുവർ ആയിട്ടുള്ള ഒരു സീറ്റ് കിട്ടുമ്പോ ആ സീറ്റ് കുടുംബത്തിന് തന്നെ ഇരിക്കട്ടെ എന്ന് പറയാം. എന്നിട്ട് ഫൈറ്റിംഗ് ആയിട്ടുള്ള മണ്ഡലങ്ങളിലേക്ക് ചാവേറുകളാവാൻ വേണ്ടിയിട്ട് ഇവരുടെ നേതാക്കന്മാരെ വിടും. അപ്പൊ കെ മുരളീധരനെ തൃശ്ശൂർ കൊണ്ട് തോൽപ്പിച്ചു. കെ മുരളീധരന് വേണമെങ്കിൽ വയനാട് മത്സരിച്ച് ജയിക്കായിരുന്നല്ലോ. കുറ്റിച്ചൂരിൽ നിന്ന് ജയിക്കുന്ന മണ്ഡലമല്ലേ. അവിടെ കെ മുരളീധരന് അവസരം കിട്ടുന്നില്ല. ആ അവസരം ഷുവർ ആയിട്ടുള്ള ഒരു അവസരം വരുമ്പോ അത് പ്രിയങ്ക ഗാന്ധിക്കാണ് കിട്ടുന്നത്. അപ്പൊ ഇത് കെ മുരളീധരൻ പക്ഷേ ഇപ്പൊ പറയുന്നത്, ഞാൻ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നില്ല, ഞാൻ പാലക്കാട് നിന്നും മത്സരിക്കുന്നില്ല, എന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഇനി വട്ടിയൂർക്കാവിലേക്ക് മാറ്റി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ വട്ടിയൂർക്കാവിടെ പ്രശാന്ത് ബ്രോ കിടന്ന് ആറാടുകയാണ്. ഇനി എങ്ങനെയാണ് കെ മുരളീധരന് തിരിച്ച് വട്ടിയൂർക്കാവ് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവില്ല. അങ്ങനെ പ്രശാന്തിനെ തോൽപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഒന്നും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലില്ല. സാഹചര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് കഴിഞ്ഞ ദിവസം BJP-യും CPI-യും സ്ഥാനാർത്ഥികളെ ഇനി എന്തിനാണ് നിർത്തുന്നത്, നിങ്ങൾ നിർത്തരുത്, അങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കണം, വോട്ടർമാരെ വീണ്ടും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് ഈ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ വലിയ ട്രോളുകൾ വരുന്നത് ഞാൻ കണ്ടു. അതായത് നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തരുത്, പ്രിയങ്ക ഗാന്ധി വന്നാൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പത്രിക കൊടുക്കാതിരിക്കുകയും പ്രിയങ്ക ഗാന്ധി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് ജയിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിക്കൊള്ളട്ടെ, അത് ജനങ്ങളെ വീണ്ടും നിങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട. അതായത് ബുദ്ധിമുട്ടിക്കുന്നത് BJP-യും CPI ആണെന്നാണ് ഇവർ പറയുന്നത്. അതെ, അതായത് ഇത് കോൺഗ്രസിന്റെ ഒരു സീറ്റാണ്. ഇവർ ഈ പറയുന്ന പോലെ കോൺഗ്രസ് കുറ്റിച്ചൂലിൽ നിർത്തിയാലും ജയിക്കുന്ന ഒരു സീറ്റാണ് എന്നുള്ള കാര്യം ബാക്കിയുള്ളവർ കൂടി അംഗീകരിച്ചു കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പില്ലാതെ അവിടെ കുടുംബാധിപത്യം, രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് സമയമില്ലെങ്കിൽ റോബർട്ട് വാദ്രയുടെ കാലം കഴിഞ്ഞാൽ ഇവരുടെ മകനുണ്ടല്ലോ, വേറെ ഏതൊരു കുഞ്ഞു ഗാന്ധി ഉണ്ടല്ലോ, ആ ഗാന്ധി, ഇവരിങ്ങനെ ബാറ്റൺ കൈമാറുന്ന പോലെ വയനാട് മണ്ഡലമൊക്കെ ഇങ്ങനെ കൈമാറി പോട്ടെ. അവിടെ ഈ ജനാധിപത്യവും അവിടെ മറ്റേ ഇന്ത്യൻ ഭരണഘടനയൊന്നും ബാധകമല്ല. അവരുടെ കോൺഗ്രസിന്റെ സർവാധിപത്യം ബാക്കിയുള്ള എല്ലാവരും അംഗീകരിക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം. പക്ഷെ ഇതല്ലല്ലോ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥ. ജയിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയം എന്ന് പറയുന്നത് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിൽ ഒന്നാണ്.
ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യും. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവിടെ ഒരു പാർട്ടിക്ക് അവരുടെ ആശയവും അവരുടെ പ്രത്യയശാസ്ത്രവും അവരുടെ ജനങ്ങളോടുള്ള പ്രോമിസുകളും അവരുടെ അജണ്ടയും ഒക്കെ പ്രഖ്യാപിക്കാനും പറയാനും അറിയിക്കാനുള്ള ഒരു സമയമാണത്. ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് നടക്കുന്ന സമയമാണ്. ഓരോ വീടുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ചെല്ലുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ ലിറ്ററേച്ചറുകൾ ആളുകളിലേക്ക് എത്തുന്ന സമയമാണ്. അവരുടെ പ്രകടന പത്രികയായിട്ടും വികസന രേഖയായിട്ടും കുറ്റപത്രമായിട്ടും അവരുടെ ഏറ്റവും കൂടുതൽ പാർട്ടി ലിറ്ററേച്ചർ ചെലവാകുന്ന സമയമാണ്. ആ രീതിയിൽ വലിയൊരു പ്രത്യയശാസ്ത്ര പ്രചരണത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഒരു സമയം കൂടിയാണ്. ജയിക്കുന്നവർ മാത്രം തെരഞ്ഞെടുപ്പിൽ നിന്നാൽ മതിയെങ്കിൽ ഈ മത്സരം എന്ന് പറയുന്ന സംഭവത്തിന് എന്ത് അർത്ഥമാണുള്ളത്? അവിടെ ചില സ്ഥലത്ത് പരാജയങ്ങൾക്ക് പോലും ജയത്തേക്കാൾ മൂല്യം ഉണ്ടാവുകയും അവിടെ ചില സമയത്ത് എന്താണ് ആ സാന്നിധ്യങ്ങൾക്ക് പോലും വളരെ അർത്ഥഗർഭമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ട്. ഇപ്പോ BJP ഇവര് പറയുന്നു വയനാട് മണ്ഡലത്തിൽ BJPക്ക് ഒരു സാധ്യതയില്ല എന്ന് പറയുന്നു. നമുക്ക് കഴിഞ്ഞ വട്ടം 78,000 വോട്ട് ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ഇത്തവണ BJPയുടെ വോട്ട് 1,41,000 അതായത് വോട്ട് ഏതാണ്ട് ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ്. ഈ 70,000 മനുഷ്യർ അധികമായിട്ട് വന്നത് BJPയിലേക്കാണ്. ബാക്കിയുള്ള പാർട്ടികളുടെ വോട്ട് കുറയുകയാണെന്ന് ചിത്രം നോക്കണം. നോക്കൂ, 7,04,000 വോട്ട് ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിക്ക് 6,44,000 ആയി. പി പി സുനീറിന് എനിക്ക് തോന്നുന്നു 3,83,000 വോട്ടാണ് ഉണ്ടായിരുന്നത്. ആനി രാജയ്ക്ക് അത് ഏതാണ്ട് അതിനടുത്താണ്. 1% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ BJPയുടെ വോട്ട് ഷെയർ ഏതാണ്ട് ഡബിൾ ആയിട്ടാണ് മാറിയത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ച സമയത്ത് 78,000 വോട്ട് കിട്ടിയ മണ്ഡലത്തിൽ K സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് 1,41,000 വോട്ടുകൾ വരികയാണ്. അതായത് വയനാട് മണ്ഡലത്തിൽ BJPയെ പിന്തുണയ്ക്കുന്ന BJPയുടെ ആദർശത്തെ പിന്തുണയ്ക്കുന്ന 1,41,000 മനുഷ്യരുണ്ട്. അവരുടെ റെപ്രസെന്റേഷൻ ഒരു വിലയില്ലേ? അവര് BJP സ്ഥാനാർത്ഥി ഇല്ല, അതുകൊണ്ട് കോൺഗ്രസിനോ അവർക്ക് യാതൊരു അംഗീകാരവും ഇല്ലാത്ത CPM-നോ വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ നടത്താനുള്ള അധികാരമില്ലേ? ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ ഏകപക്ഷീയമായിട്ടുള്ള ഭരണമല്ല. അവിടെ എന്താണ് വരിയുടെ ഏറ്റവും പിന്നിലുള്ള ആളുടെ ശബ്ദവും പോലും അതിന് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. ആ ന്യൂനപക്ഷത്തിന്റെ ഒരു അഭിപ്രായം കൂടി പ്രകടിപ്പിക്കപ്പെടേണ്ട ഒരു അന്തരീക്ഷമാണ്. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലൊക്കെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇനി പാലക്കാട് പറഞ്ഞു, വയനാട് പറഞ്ഞു, ഇനി ചേലക്കര കൂടെ ഉണ്ട്. അതായത് പാലക്കാട് BJPക്ക് ഒരു ചാൻസ് കാണുമ്പോൾ വയനാട് എന്തായിരുന്നാലും UDF കൈക്കലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇനിയിപ്പോ CPM അല്ലെങ്കിൽ നമ്മുടെ LDF ഇത്തവണ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് LDF ആണ്. കാരണം ഈ ഒരു തോൽവി എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഈ പാർട്ടി സംവിധാനത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാനായിട്ട് പല പല വിവാദങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഒന്നിലും മീഡിയാസ് കയറി വലിയ രീതിയിലുള്ള അറ്റൻഷൻ കൊടുക്കുന്നില്ല. അവസാനം MV ജയരാജൻ തന്നെ പോരാളി ഷാജിയുടെ തലയിൽ മുഴുവനായിട്ടും കൊണ്ടുവയ്ക്കാനായിട്ടുള്ള ശ്രമം നടത്തി. അപ്പൊ ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഹൈ ചാൻസ് ഉള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് ചേലക്കരയാണ്. പക്ഷെ ഇത്തവണയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ ആ ചേലക്കര മണ്ഡലം ഇവരുടെ കയ്യിൽ ഇവർക്ക് വീണ്ടും കിട്ടുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം ചേലക്കര മണ്ഡലത്തിൽ നമ്മുടെ രാധാകൃഷ്ണൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആകെ കിട്ടിയ വോട്ട് 83,415 വോട്ടാണ്. ഭൂരിപക്ഷം 39,400 ആണ്. പക്ഷേ കഴിഞ്ഞ തവണ അതായത് 2019 ഇലക്ഷനിൽ രമ്യ ഹരിദാസ് അവിടെ മത്സരിച്ച ഇലക്ഷനിൽ ഈ ചേലക്കര ആലത്തൂർ മണ്ഡലത്തിലാണല്ലോ ചേലക്കര. അപ്പൊ ഈ ചേലക്കരയിൽ രമ്യ ഹരിദാസ് ഫസ്റ്റ് എത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ യു ആർ പ്രദീപ് ആയിരുന്നു അവിടുത്തെ CPM-ന്റെ സ്ഥാനാർത്ഥി. അപ്പൊ വേണമെങ്കിൽ അവിടെ കോൺഗ്രസിന് ഒരു മുന്നേറ്റം നടത്താം എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. കാരണം അവിടെ കോൺഗ്രസ് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് 2019. ഇത്തവണയാണെങ്കിൽ K രാധാകൃഷ്ണനും ഇല്ല. അപ്പൊ ഇത്തവണ എന്തായിരിക്കും? ചേലക്കരയിൽ ഇവർക്ക് പിടിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ INC അവിടെ കടന്നു കയറുമോ, മൊത്തത്തിൽ അടപടലം CPM-നെ പൂട്ടിക്കുമോ, ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമോ? അവിടെ എന്താ തോന്നുന്നത്? അതിലൊരു രസകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ള മണ്ഡലമാണ്. എന്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ പറയുന്നത്. അതായത് രമ്യ ഹരിദാസ് മത്സരിച്ചപ്പോഴാണ് ചേലക്കരയിൽ 1ാം സ്ഥാനത്ത് കോൺഗ്രസ് വന്നത്. ഇത്തവണ രമ്യ ഹരിദാസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചേലക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രമ്യ ഹരിദാസിന് ഒരു ക്ലെയിം ഉണ്ട്. ആ മണ്ഡലത്തിൽ എനിക്ക് മത്സരിക്കണം എന്നൊരു ക്ലെയിം വെക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-ന് ഈ ഒരു വിജയത്തിന്റെ മൊമെന്റം നിലനിർത്തണമെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലെ തുടർച്ചയായിട്ടുള്ള വിജയം കൂടി വേണം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് ജയിച്ചു എന്നുകൊണ്ട് മാത്രം പോരാ. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അവർക്ക് പാലക്കാടും ജയിക്കണം, അവർക്ക് വയനാട്ടിലും ജയിക്കണം, അതേപോലെ തന്നെ അവർക്ക് ചേലക്കരയിലും ജയിക്കണം. അപ്പോഴേ
ഇതിനൊരു തുടർച്ച, ഈ മൊമെന്റത്തിന് തുടർച്ചയേ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ എന്ത് പറ്റും, ആ ജയത്തിന്റെ എല്ലാ വിജയാഘോഷങ്ങളും അവിടെ അവസാനിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. സ്വാഭാവികമായിട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിൽ ഞാൻ അങ്ങനത്തെ ഒരു പീസ് വായിച്ചിരുന്നു. കോൺഗ്രസിനുള്ളിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ട്, രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കണം എന്ന്. പക്ഷേ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കാതിരിക്കാൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ഗ്രൂപ്പ് വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് കാരണം, രമ്യ ഹരിദാസ് ജയിച്ചു കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചേലക്കര മണ്ഡലത്തിന് രമ്യ ഹരിദാസിന് ക്ലെയിം വരും. രമ്യ ഹരിദാസിന് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അവർ ജയിച്ചു വന്നാൽ ഒന്ന് എസ് സി സംവരണ മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്, രണ്ട് രമ്യ ഹരിദാസ് വനിതയാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് രമ്യ ഹരിദാസിന് ക്ലെയിം വരും. മന്ത്രിസ്ഥാനത്തേക്ക് രമ്യ ഹരിദാസിന് ക്ലെയിം വന്നാൽ മന്ത്രിസ്ഥാനത്തേക്ക് ഉറ്റുനോക്കുന്ന കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് വണ്ടൂർ മണ്ഡലത്തിൽ നിന്നുള്ള അനിൽകുമാർ, അദ്ദേഹം KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന SC എന്നുള്ള ഇതിന്റെ ഒരു ആനുകൂല്യം കിട്ടേണ്ടതാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് ഒരു ക്ലെയിം ഉള്ളതാണ്. എന്നാൽ രമ്യ ഹരിദാസിന് ആ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അനിൽകുമാറിന്റെ മന്ത്രിസ്ഥാനത്തിലേക്കുള്ള സാധ്യത കുറയും എന്നതുകൊണ്ട് കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു ലോബി, KC വേണുഗോപാലുമായിട്ട് അടുത്ത ലോബി രമ്യ ഹരിദാസിന് സീറ്റ് നിഷേധിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. പിന്നീട് മറ്റൊരാളെ മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് UDF സംബന്ധിച്ചിടത്തോളം അത്രയും ജയസാധ്യതയുള്ള ഒരു കാര്യമല്ല. കാരണം ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലെ ഇവരുടെ LDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ആരാണെന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണ 39,000-ഓളം വോട്ടിന്റെ ഏതാണ്ട് ഭൂരിപക്ഷം നേടിയിട്ടുള്ള ഒരു മണ്ഡലമാണത്. മൃഗീയമായിട്ടുള്ള മേൽക്കൈ LDF ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. അപ്പോ ഈ പാർട്ടിക്കുള്ളിലെ ഈ പറയുന്ന വിഭാഗീയതയുടെ താല്പര്യം കൊണ്ട് ജയസാധ്യതയുള്ള ഒരു മണ്ഡലം UDF ഉപേക്ഷിക്കുമോ, അതോ ആ മണ്ഡലം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ചേലക്കര മണ്ഡലം BJPക്ക് നല്ല വോട്ട് ഷെയർ ഉള്ള മണ്ഡലമാണ്. ആലത്തൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ വോട്ട് ഏതാണ്ട് ഇരട്ടിയായിട്ട് വർദ്ധിച്ച മണ്ഡല. BJPക്ക് അവിടെ 1,80,000-ന് മുകളിൽ വോട്ടുകൾ വന്നു. നിങ്ങൾ കഴിഞ്ഞ തവണ 1 ലക്ഷം വോട്ട് പോലും ഉണ്ടായിരുന്നില്ല നമുക്ക് ആലത്തൂർ മണ്ഡലത്തില്. 1,80,000 വോട്ടുകൾ ആലത്തൂർ മണ്ഡലം സരസ്വതി ടീച്ചർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ BJPക്ക് ഏറ്റവും അധികം വോട്ടുകൾ വന്ന സ്ഥലങ്ങളിൽ ഒന്ന് ചേലക്കരയാണ്. അപ്പോ ഒരു ത്രികോണ മത്സരം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഇതിലെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിലത്തെ ഒരു യഥാർത്ഥത്തിലുള്ള ചോദ്യം, എന്തുകൊണ്ട് ചേലക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യം വന്നുള്ളതാണ്. അത് നമ്മള് വയനാട് മണ്ഡലത്തിലെ ഈ പറയുന്ന ഈ കോൺഗ്രസിനെ വിമർശിക്കുന്ന CPM പോലും ചേലക്കര മണ്ഡലത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവർ വരുത്തി വെച്ചതാണെന്നുള്ള സംഭവം പറയാറില്ല. കാരണം K രാധാകൃഷ്ണനെ കൊണ്ടുപോയി മത്സരിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. K രാധാകൃഷ്ണൻ മന്ത്രിസഭയിലെ സീനിയർ ആയിട്ടുള്ള മന്ത്രിയാണ്. വകുപ്പ് എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. അക്ഷരാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ട് K രാധാകൃഷ്ണന് നഷ്ടമല്ലേ ഉണ്ടായത്? അദ്ദേഹത്തിന് ലാഭമല്ലല്ലോ ഉണ്ടായത്. അദ്ദേഹം കേരളത്തിലെ ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയായിരുന്ന ആള്, മന്ത്രിസഭയിലെ അംഗമായിരുന്ന ആള്, ദേവസ്വം എന്ന് പറയുന്ന ഒരു നിർണായകമായിട്ടുള്ള വകുപ്പ് കൈവശം വെച്ചിരുന്ന ആള് ഈ സ്ഥാനത്ത് നിന്നെല്ലാം ഭ്രഷ്ടനായിട്ട് എന്തായി? ഇപ്പോ ഡൽഹിയിലുള്ള 4 CPM പ്രതിനിധികളെ കൂട്ടത്തിൽ ഒരാൾ മാത്രമായിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു അധികാരം, MP എന്ന് പറയുന്നത് കുറച്ച് വലിയ സ്ഥാനമാണെന്നൊക്കെ നമുക്ക് സാങ്കേതികമായി തർക്കിക്കാമെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് MP മാരെല്ലാവരും കേരളത്തിലേക്ക് വരാൻ വേണ്ടി തിരക്കൂട്ടുകയായിരുന്നു. കാരണം ഒരു 2016 വരെയുള്ള സാഹചര്യം ഇപ്പൊ ഇല്ല. ഈ പറയുന്ന ആളുകൾക്കൊന്നും ഡൽഹി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന, പണ്ട് കോൺഗ്രസിനുള്ളിലൊക്കെ MP ആവാൻ വേണ്ടി ഭയങ്കര അടിയായിരുന്നു. ഞാൻ ഡൽഹി പഠിക്കുന്ന സമയത്ത്, ഞാൻ 2011-12 കാലഘട്ടത്തിലാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് കോൺഗ്രസിന്റെ UPA സർക്കാർ ഭരിക്കുന്ന സമയമാണ്. ഈ അഹമ്മദ് മന്ത്രിയായിരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറത്തുനിന്ന് ഒരാള് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ ഒരു കത്ത് മാത്രം മതി അയാളുടെ കയ്യില്. അയാൾക്ക് ഡൽഹിയിൽ എന്തും നടക്കും. അയാൾക്ക് പാർലമെന്റിൽ പോവാം, മിനിസ്റ്റർമാരുടെ മന്ദിരത്തിൽ പോവാം, ഏത് മിനിസ്റ്ററെയും കാണാം, എന്ത് കാര്യം അവിടെ നടത്താം, ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും എന്ത് കാര്യം നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. കിരീടം വെക്കാത്ത രാജാക്കന്മാരായിട്ട് ഇവരൊക്കെ ജീവിച്ചിരുന്ന സമയം. പക്ഷെ 2014 ശേഷം ഇതല്ല അവസ്ഥ. ഇവർക്കൊന്നും ഡൽഹിയിൽ യാതൊരു ശേഷിയില്ല. അവർക്ക് ഒന്നാമത്തെ കാര്യം, ഇവർക്കൊന്നും ഭാഷ അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല, മലയാളം ആണെങ്കിൽ അവിടെയുള്ള ആളുകൾക്കും അറിയില്ല. ഇവർക്ക് പാർലമെന്റിൽ എന്തെങ്കിലും തരത്തിൽ പ്രകടനമൊക്കെ നടത്തിയിട്ട് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. ഇപ്പൊ MK പ്രേമേന്ദ്രൻ പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണെങ്കിലും നല്ല പാർലമെന്റേറിയൻ എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. പ്രൈം മിനിസ്റ്ററുമായി പോലും നല്ല അടുപ്പം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ആ രീതിയിലുള്ള ഒരു പാർലമെന്ററി പെർഫോമൻസ് നടത്താൻ ഈ പറയുന്ന ഇവർക്കൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ അവിടെ കേന്ദ്രത്തിൽ ഇവർക്കൊന്നും അധികാരമില്ല. അപ്പൊ എന്താണ്, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അത് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ
കൂറകപ്പലിൽ പോയ പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസ്ഥയാണ് അവിടെ പോയി കഴിഞ്ഞാൽ. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഡൽഹിയിലെ കാലാവസ്ഥയും വളരെ മോശമാണ്. കേരളത്തിലെ പോലെ അത്ര സുഖസുന്ദരമായിട്ടുള്ള അന്തരീക്ഷമൊന്നുമല്ല. ശൈത്യമാണെങ്കിൽ അതിശൈത്യവും, ഉഷ്ണമാണെങ്കിൽ അത്യുഷ്ണമാണ്. ഒന്നല്ലെങ്കിൽ ഭയങ്കര ചൂടും അല്ലെങ്കിൽ ഭയങ്കര തണുപ്പും. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും, ഒരു അസ്തിത്വ ദുഃഖം. നമ്മൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈ നാട്ടിൽ വന്ന് ഭാഷ അറിയാത്തവരുടെ ഇടയിൽ ഒരു ശേഷി ഒരു അധികാരം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണം എന്തിനാ? ഇതേ സമയത്ത് കേരളത്തിലാണെങ്കിൽ നമ്മളൊക്കെ ഇല്ലാത്ത രാജാക്കന്മാരാ. കേരളത്തിൽ ഒരു MLA ആയി കഴിഞ്ഞാൽ കെ മുരളീധരന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ, TN പ്രതാപന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. TN പ്രതാപൻ എന്താ പറഞ്ഞത്? ഞാൻ ഇനി MP ആവാനില്ല, ഞാൻ കേരളത്തിലേക്ക് MLA ആവാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. കെ മുരളീധരന്റെ ആവശ്യം അതായിരുന്നു. കാരണം ഇവരൊക്കെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ഇവർ വിചാരിച്ചത് എന്താ വെച്ചാൽ UPA സർക്കാർ ഇപ്പൊ അധികാരത്തിൽ വരും, വീണ്ടും ഞങ്ങളുടെ ഭരണമാണ്, കേന്ദ്രത്തിൽ മന്ത്രിയാവാൻ കഴിയും, പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റുന്ന. ഇവിടെ മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രാഹുൽ ഗാന്ധി ഇതാ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഒരു പ്രതീതിയിൽ ജനങ്ങൾ മാത്രമല്ല ഇതിന്റെ നേതാക്കന്മാർ പോലും വീണുപോയി. PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിച്ചില്ലേ? അവിടെ പോയിട്ട് ഉപപ്രധാനമന്ത്രി അവിടെ പോയിട്ട് ഉപപ്രധാനമന്ത്രി നടന്നില്ല. തിരിച്ചു വന്നു, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു. കെ മുരളീധരന്റെ കാര്യം ഒന്ന് എടുത്തു പറയേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ കെ മുരളീധരന്റെ അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള ഒരാളില്ല. കെ മുരളീധരൻ വട്ടിയൂർക്കാവ് MLA ആയിരിക്കുന്ന സമയത്താണ്, വട്ടിയൂർക്കാവിൽ TN കിട്ടേണ്ട CPM-ന്റെ വോട്ട് കൂടി മേടിച്ചിട്ടാണ് അയാൾ ജയിച്ചത് കേട്ടോ. അവിടെ BJP-നെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ആ വർഷത്തിലെ പ്രയോറിറ്റി. അപ്പൊ LDF-ന്റെ വോട്ട് കൂടി മേടിച്ചത് അത് കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ എന്നെ ഇടതുപക്ഷം സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വടകര ഉപതെരഞ്ഞെടുപ്പ് വന്നു ലോക്സഭയിലേക്ക്. അവിടെ ജയരാജനാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതായത് നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജൻ. അപ്പൊ P ജയരാജനെ തോൽപ്പിക്കുക എന്നുള്ളത് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെ ഒരു പ്രയോറിറ്റിയാണ്. കാരണം അത്രയേറെ മനുഷ്യരുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഒരാള് എന്നുള്ള രീതിയിൽ എന്താണ് ഒരു ഭയങ്കര ഭീകരനായിട്ട് ആൾക്കാർ കണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ജയരാജനെ തോൽപ്പിക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു കൺസെൻസസ് ഉണ്ടായിരുന്നു. ഈ കൺസെൻസസ് ഉപയോഗിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ വടകര വന്ന് മത്സരിച്ചു. അവിടെ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ടുകൾ മേടിച്ചുകൊണ്ട് ഇയാൾ MP ആയി. MP ആയിട്ട് അവിടെ പോയപ്പോഴാണ് എന്താണ് വീണ്ടും നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. 303 സീറ്റ് മേടിച്ചിട്ട് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പൊ മൂപ്പർക്ക് എന്ത് വേണം? മൂപ്പർക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് കേരളത്തിലേക്ക് വേണം. അപ്പോ മൂപ്പർ ഈ പറയുന്ന കേരളത്തിന്റെ മതേതര വികാരത്തെ ഉപയോഗിക്കാന്ന് വിചാരിച്ചു. നേമത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വരണം, അങ്ങനെ വന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അങ്ങനെ ഇയാൾ നേമത്ത് ഉപതെരഞ്ഞെടുപ്പിന് വന്നു. രാജഗോപാലിന്റെ പരാജയത്തിന് കാരണമായതും ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ആളിന്ന് കേരളത്തിൽ മന്ത്രിയായിട്ടിരിക്കുന്നതിന്, നിയമസഭ തല്ലിപ്പൊളിച്ച നിയമസഭയിൽ കയറി സംഹാരനാട്ടകം ആടിയിട്ടുള്ള ശിവൻകുട്ടിയെ പോലെ ഒരാൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആയതിന്റെ 100% ഉത്തരവാദിത്തം കെ മുരളീധരനാണ്. അതായത് വടകരയിൽ ജയരാജനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ BJP അനുഭാവികളായിട്ടുള്ള മനുഷ്യരുടെ പോലും വോട്ട് മേടിച്ച മുരളീധരൻ എന്നിട്ട് അതിന് പ്രത്യുപകാരം ചെയ്തത് BJP-ക്ക് ആകെ ജയസാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ വന്ന് ചാവേറായി മത്സരിച്ച് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ കുറ്റം പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുക, നാളെ മുരളീധരൻ G എന്ന് വിളിക്കേണ്ടി വരുമോ? അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഒരു അനിവാര്യമായിട്ടുള്ള പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ്. ഇവർക്ക് അടുത്ത തവണയും ഒരു ഭരണത്തിൽ ഏറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഫ്ലഡ് ഗേറ്റ് പൊട്ടും. ഒരുപാട് നേതാക്കന്മാർ മറ്റു പാർട്ടികളിലേക്ക് പോകും. അതിൽ കുറെ പേര് ഇടതുപക്ഷത്തേക്ക് പോയേക്കാം, കുറെ പേര് BJP-യിലേക്ക് വന്നേക്കാം. ഒരു സാഹചര്യം വിലയിരുത്തിയിട്ടായിരിക്കും ആരെ അകത്തെടുക്കാം ആരെ പുറത്തെടുക്കാന്ന് തീരുമാനിക്കുന്നത്. മുരളീധരന്റെ കാര്യത്തിൽ അതൊന്നും അസംഭവ്യമല്ല. കാരണം മുരളീധരൻ 3 കൊല്ലത്തിനിടയ്ക്ക് കേരളത്തിൽ 3 പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ളതാണ്. അതായത് മുരളീധരൻ ഓർമ്മയുണ്ടോ? KPCC പ്രസിഡന്റ് ആയിരുന്നു. KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. വൈദ്യുതി മന്ത്രിയായിട്ട് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, തോറ്റു. കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി. DICK എന്ന് പറഞ്ഞിട്ട് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് കരുണാകരൻ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി. ഒരു വർഷത്തിനുള്ളിൽ ആ പാർട്ടി പിരിച്ചുവിട്ടു. അയാൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയി, NCP-യിലേക്ക് പോയി. NCP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അടുത്ത വർഷം തിരിച്ച് വീണ്ടും എങ്ങനെ വന്നു? കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വന്നു. അപ്പോ 3 മൂന്നിടയ്ക്ക് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള റെക്കോർഡ് ഇന്ന് വരെ ആരും ഭേദിച്ചിട്ടില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് അത്. കെ മുരളീധരന് മാത്രമേ ഉള്ളൂ. അത്രയേറെ പാർട്ടികൾ മാറിയിട്ടുള്ളൂ. ഇയാള് ഈ സോണിയാഗാന്ധിനെ മദാമ എന്ന് വിളിച്ച്, അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ച്, സ്വന്തം പിതാവിനെതിരെ പോലും സംസാരിച്ച് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി. പിന്നീട് കോൺഗ്രസിൽ 6 വർഷം സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് 5 രൂപ മെമ്പർഷിപ്പ് മതി, ഞാൻ വരാന്തയിൽ കയറി കിടന്നോളാം, എനിക്ക് സ്ഥാനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസിലേക്ക് മടങ്ങി വന്ന് പിന്നീട് വട്ടിയൂർക്കാവിലെ MLA ആയിട്ടാണ് വീണ്ടും ഇദ്ദേഹം ഈ പ്രതാപത്തിലേക്ക് വരുന്നത്. ഈ MLA സ്ഥാനം പോയതോടുകൂടി, അതായത് ഈ വടകരയിലേക്ക് MP ആയി പോവാനുള്ള ഈ അതിബുദ്ധി കാണിച്ചോടുകൂടി സത്യത്തിൽ കെ മുരളീധരൻ ഇപ്പൊ ഒന്നും ഇല്ലാണ്ടാവുക ചെയ്തു. നേമത്ത് വന്ന് മത്സരിച്ചു, നേമത്ത് തോറ്റു.
അവിടെ ശിവൻകുട്ടി ജയിച്ചു. ഇപ്പൊ തൃശ്ശൂര് വന്ന് മത്സരിച്ചു സുരേഷ് ഗോപിനെ തോൽപ്പിക്കാൻ വേണ്ടി, തൃശ്ശൂരും തോറ്റു. ഇപ്പൊ MLA അല്ല, MP അല്ല, വട്ടിയൂർക്കാവും ഇല്ല, വടകര ഇല്ല, AICC ഇല്ല, KPCC ഇല്ലാണ്ടിരിക്കുകയാണ് മൂപ്പര്. സ്വാഭാവികമായിട്ടും മൂപ്പർക്ക് ഇനി ഒരു സ്ഥലത്ത് ജയിക്കുക എന്നുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. കാരണം കെ മുരളീധരനെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയോറിറ്റി ആയിട്ട് എടുക്കുന്ന ആൾക്കാർ കേരളത്തിലുണ്ട്, അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട്. അതുകൊണ്ട് പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നത് ഇനി ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല, ഇനി ഞാൻ സംഘടനാ രാഷ്ട്രീയത്തിൽ ഇരുന്നോളാം എന്ന് പറയുന്നത്. ഇത് സംഘടനയിലുള്ളൊരു സമ്മതിക്കാണെന്ന് പോകുന്നില്ല. കെ മുരളീധരൻ സംഘടനാ രാഷ്ട്രീയത്തിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ് KPCC പ്രസിഡന്റ് ആവാനടുത്ത് ഞാൻ റെഡിയാണെന്നാണ് മൂപ്പര് പ്രഖ്യാപിക്കുന്നത്. ചുരുക്കത്തിൽ ഇത് KPCCയിലുള്ള ആളുകൾ സമ്മതിക്കുമോ? കെ മുരളീധരന് എന്താണ് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് സംഭവിക്കുക എന്നുള്ളത് അവർക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ. അപ്പോ അങ്ങനെ ഒരു എന്താണ് ഒരു വലിയ സാധ്യത അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇവരൊക്കെ ഡൽഹിക്ക് പോയത്. ഡൽഹിക്ക് പോയപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായത്. ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ NDA സർക്കാരിന്റെ ഭരണം ഉള്ളിടത്തോളം കാലം കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് ഒരു MP ആയിട്ടിരിക്കാൻ ഇതൊരു ആകർഷകമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ തുടരുന്നതും ഒരു MLA ആയിട്ടോ ഒരു മന്ത്രിയായിട്ടോ ഇരിക്കുന്നതുമാണ് നല്ലത്. അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരാളെ എന്താണ് സംവരണ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വിടുകയും ആ മണ്ഡലത്തിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോ ദേവസ്വം മിനിസ്റ്റർക്ക് പകരമായിട്ട് ആര് വേണം എന്നുള്ള ആലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയ ക്രൈസിസ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ആദ്യമായിട്ട് ഈ പറയുന്ന പട്ടിക വിഭാഗത്തിൽ നിന്ന് ഒരാളെ ദേവസ്വം മിനിസ്റ്റർ ആക്കിയിട്ട് വിപ്ലവമാണ് ഞങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. അയാൾക്ക് താരതമ്യേന പൊതുമരാമത്ത് കൊടുക്കുന്നതിന് പകരം അത് മുഹമ്മദ് റിയാസിന് കൊടുക്കുമ്പോൾ സീനിയർ ആയിട്ടുള്ള K രാധാകൃഷ്ണനെ താഴ്ത്തിയിട്ടാണ് മുഹമ്മദ് റിയാസിന് വലിയ വകുപ്പ് കൊടുക്കുന്നത്. അത് ചെറിയ വകുപ്പാണ് കൊടുത്തത് എന്നുള്ളത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ഘോഷായിട്ട് പറഞ്ഞത് എന്ത് ഞങ്ങൾ ആദ്യമായിട്ട് പട്ടിക വിഭാഗത്തിൽ നിന്ന് ഒരാളെ ദേവസ്വം മന്ത്രി ആക്കിയത്. ഇപ്പൊ ആ പ്രൊപ്പഗൻഡ് ഇവരെ തന്നെ തിരിച്ചടിക്കുകയാണ്. കാരണം ഇനി ദേവസ്വം മന്ത്രിനെ വേറൊരു സമുദായത്തിന് കൊണ്ടുവരാൻ പറ്റില്ല. ഇനി നാളെ ഒരു നായരോ ഒരു ഇയാളോ ഈഴവനോ ഒക്കെ ഇതായി കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് പറഞ്ഞ വിപ്ലവം എന്താ ഇപ്പൊ കാണിക്കാത്തെന്ന് പറയും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവര് ശ്രീനിജനെയോ അങ്ങനെ ഒരാളെ പരിഗണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. അപ്പോ ഇത് എന്താ പറയാ ഏറ്റവും വികലമായ രാഷ്ട്രീയ കളിയുടെ ഏറ്റവും പരിഹാസ്യമായ രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാതിയെ, മതത്തെ, വൈകാരികതകളെ എല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് എങ്ങനെയും കുളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയുന്ന രണ്ട് മുന്നണികളുടെ ഈ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പരിഹാസ്യമായ രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളൊരു തീരുമാനം എടുക്കണം. വയനാട്ടിലെ ജനങ്ങൾ ആത്മാഭിമാനത്തോടു കൂടി ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണിത്. ഇത് കോൺഗ്രസ് പാർട്ടി ആരെ നിർത്തിയാലും അവർ ജയിക്കും, അതുകൊണ്ട് ഞാൻ ഇല്ലെങ്കിൽ എന്റെ പെങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇനി വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലും റായ്ബറേലിയിൽ ഒറ്റയ്ക്ക് ജയിക്കാന്നുള്ള പ്രതീക്ഷയൊന്നും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവില്ല. അത്തവണയും മൂപ്പര് വയനാട് മണ്ഡലത്തിൽ വന്ന് മത്സരിപ്പിക്കും, അത്തവണയും മൂപ്പരെ നിങ്ങൾ ജയിപ്പിക്കും, അത്തവണയും മൂപ്പര് ആ മണ്ഡലം കിട്ടുകയാണെങ്കിൽ കേട്ടോ ഈ വയനാട് ഉപേക്ഷിക്കുകയും ചെയ്യും. അന്ന് ചിലപ്പോൾ റോബർട്ട് വദ്രി ആയിരിക്കും നിങ്ങളുടെ MP ആയിട്ട് വരിക. ശരി, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നിർത്താം. 3 വയനാട് വരുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ്, ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, പാലക്കാട് വരുന്നുണ്ട്, ചേലക്കര വരുന്നുണ്ട്. ഇവിടെയിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ തൃത്താല മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് ഞാൻ അത് ആവശ്യപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നെ മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യം ഞാൻ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ല. സത്യസന്ധമായിട്ട് എനിക്ക് അങ്ങനത്തെ അംബിഷൻസ് ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പാർട്ടി പറഞ്ഞു, അതുകൊണ്ട് മത്സരിച്ചു. ഓക്കെ, അപ്പൊ വേറൊരു ചർച്ചയായിട്ട് പിന്നെ കാണാം. നല്ല ചർച്ചയായിരുന്നു. ഓക്കെ, താങ്ക് യു. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.